പ്രണയം സമ്മാനിച്ച ആഴത്തിലുള്ള മുറിവ് കാരണം മസിൽ പവർ കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ച പെൺകുട്ടി എന്നൊക്കെ ആയിരിക്കും പലരും ഇതിനെ കരുതുന്നത്. മുഖ്യധാരാ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പ്രണയം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയും തണ്ടി ഈ പെൺകൊച്ചിനെ കണ്ടിട്ട് മാതൃകയാക്കരുത്. ഈ പെൺകൊച്ചിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാതൃകയാക്കിക്കോ, ആഹാര രീതി കൊണ്ട് വേണേൽ മാതൃകയാക്കിക്കോ. പക്ഷേ ഇത് ഉപയോഗിച്ചേക്കുന്ന സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ച് ഇതുപോലെ ശരീരം വളർത്താൻ നടക്കുന്ന ഒരു മെന്റാലിറ്റി ദയവ് ചെയ്തിട്ട് പ്രണയം നഷ്ടപ്പെട്ട പെൺകുട്ടികളൊന്നും ഉണ്ടായി പോകരുത്. അഥവാ ഇനി ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ഞാൻ പ്രണയം നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിതം തിരിച്ചു പിടിച്ച് ഈ മാർഗത്തിലാണെന്ന് കരുതിയിട്ട് ഏതെങ്കിലും വേറെ പെൺകുട്ടികൾ അവർ പ്രണയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയെ പോലെ ആവാൻ വേണ്ടി ജിമ്മിൽ ചെല്ലും. കുറച്ച് വർക്കൗട്ട് ചെയ്യും, ഇതുപോലെ ആവത്തില്ല. കുറച്ച് ഫുഡ് കഴിക്കും, ഇതുപോലെ ആവത്തില്ല. കുറച്ച് സപ്ലിമെന്റ് ഉപയോഗിക്കും, ഇതുപോലെ ആവത്തില്ല. അവസാനം ഈ പെൺകുട്ടിയെ പോലെ ആവാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കി ചെല്ലുമ്പോൾ എൻഹാൻസ്ഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സിലേക്ക് പെൺപിള്ളേർ പോകുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇതിനൊന്നും ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് കരുതി ശ്രേയ ചെയ്ത ഈ പ്രവൃത്തിയെ ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അങ്ങനത്തെ ബോഡി ബിൽഡിംഗ് ഉണ്ട്, അങ്ങനത്തെ മേഖലകളുണ്ട്. അങ്ങനെ ഒരു ചെയ്തോട്ടെ, ഒരു ഹാർഡ് വർക്കാണ് ചെയ്താലും ഒന്നും നമുക്ക് തർക്കമില്ല. ഇതുപോലെ എൻഹാൻസിങ് ഡ്രഗ്സ് ഉപയോഗിച്ച് ബോഡി ബിൽഡിംഗ് ഇറങ്ങുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അവർ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്, വിൻ ചെയ്യുന്നുണ്ട്, അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഈ പറയുന്ന പോലെ പ്രണയം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു വരാനുള്ള ഒരു മാതൃകയാക്കി ഇത് നമ്മൾ കാണിക്കരുത്. കാര്യം ഇതൊന്നും നാച്ചുറൽ ബോഡി അല്ല. ശരീരത്തിന് വളരെ കേടുള്ള സാധനങ്ങൾ അത് ഈ പറയുന്ന ബോഡി ബിൽഡേഴ്സിന് അറിയാം അത് ചെയ്ത കേടാണ്. പക്ഷെ അവർക്ക് കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സാധാരണ ഈ പറയുന്ന പ്രണയം നഷ്ടപ്പെട്ട ആണോ പെണ്ണോ ഒന്നും ഇതിന്റെ പിന്നാലെ പോകരുത്. വേറെ കുറച്ച് മാതൃക പറയട്ടെ. ഇവിടെ വീട്ടിൽ തന്തയെന്നുള്ള ഇല്ലാതെ ഭർത്താവ് മരിച്ചു പോയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് തെരുവിലോട്ട് ഇറങ്ങിയിട്ട് തൊഴിലുറപ്പിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യും. വീട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, വൈറ്റന്യഡ് വയറ് നോക്കാൻ പോകുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഗർഭിണികളെ നോക്കാൻ പോകുന്ന സ്ത്രീകൾ, അവരെ പ്രൊമോട്ട് ചെയ്യും. അവരുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, അവർ ജീവിച്ച് കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ശരീരത്തിലേക്ക് ഇതുപോലത്തെ വേണ്ടാത്ത കുറേ സബ്സ്റ്റൻസ് കുത്തിക്കയറ്റി അതിൽ വലിയൊരാളായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ദയവ് ചെയ്തിട്ട് എനിക്ക് പറ്റത്തില്ല. ഈ പറയുന്ന ശ്രേയയ്ക്ക് പോലും അവർ ഡ്രഗ്സ് ഉപയോഗിക്കാതെയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ എൻഹാൻസ് ഡ്രഗ്സ് ഉപയോഗിക്കാതെയാണെങ്കിൽ ആയതൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ കുറേ നാൾ ജിമ്മും വർക്കൗട്ടും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഇതിലൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നാളെ പെൺപിള്ളേർ പ്രേമം പൊട്ടി കഴിയുമ്പോൾ ഉടനെ വരും ഇതുപോലെ ആവാൻ. അപ്പോൾ ആവത്തില്ല. അപ്പോൾ ഇതുവരെ കുത്തിക്കയറ്റി അവസാനം മൂഞ്ചി തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത്. എല്ലാവരും കാരണം ഈ പറയുന്ന സാധനത്തിന് ഇതുപോലെ മസിൽ പെരുപ്പിക്കുന്ന പോലെ ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ട്. അത് ഈ ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഇതിനെ ആ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യരുത്. കോമ്പറ്റീഷൻ ഉള്ള അവർ ചെയ്തോട്ടെ. അതിനപ്പുറത്തേക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ഇതായിട്ടൊന്നുമില്ല. വേറെ പണിയും ചെയ്യാൻ പോയി കേട്ടോ. അല്ലാതെ പ്രണയം നഷ്ടപ്പെട്ടു സ്മെൽ ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.